നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കും. നമ്മളൊരു ഡയലർ എടുത്ത് ഡയലറിൽ ഒരാൾക്ക് നമ്മൾ കോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മൾ കോൺടാക്റ്റ് ലിസ്റ്റിൽ പോയി അയാളുടെ കോൺടാക്റ്റ് നമ്പർ തിരഞ്ഞെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡയലർ ഉപയോഗിച്ചുകൊണ്ട് ആ വ്യക്തിയുടെ കോൺടാക്റ്റ് നമ്പർ കണ്ടെത്താൻ ഒരു ഈസി ആയിട്ടുള്ളൊരു മാർഗ്ഗമുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. കൂടുതൽ ടെക്നോളജികളൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി ഞാനൊരു ഡയലർ എടുക്കുകയാണ്. ഡയലർ എടുത്തതിന് ശേഷം ഡയലറിൽ ഞാൻ ആരുടെ കോൺടാക്റ്റ് ആണോ എനിക്ക് ആവശ്യമുള്ളെങ്കിൽ അയാളുടെ നമ്പർ കണ്ടെത്തുന്നതിന് വേണ്ടി അയാളുടെ പേര് എനിക്ക് അറിയാൻ സാധിക്കും. ആ പേര് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എൻ്റെ നമ്പർ തന്നെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈവ് ടിപ്സ് മീഡിയ എന്ന് ഞാനതിവിടെ ടൈപ്പ് ചെയ്യുകയാണ്. ലൈവ് എന്നുള്ളതിൻ്റെ നമ്മൾ സ്റ്റാർട്ടിങ് ലെറ്റർ എൽ ആണ്. ഞാനിവിടെ ഈ എൽ എന്ന് കാണുന്നത് JKL എന്ന് കാണുന്നത് നമ്പർ 5 കീയിലാണ്. അപ്പോൾ ഞാനിവിടെ ലൈവ് ടിപ്സ് മീഡിയ എന്നുള്ളതിൻ്റെ L5 എന്ന് ക്ലിക്ക് ചെയ്തു. അടുത്തായിട്ട് I ആണ്. ലൈവ് ടിപ്സ് മീഡിയ എന്നുള്ളതിൻ്റെ സ്പെല്ലിംഗ് I ആണ് വരുന്നത്. I ഏത് കീയിലാണെന്ന് നോക്കുക. 4ലാണ് കിടക്കുന്നത്. ഞാനിവിടെ I ടൈപ്പ് ചെയ്തു. ശേഷം V ആണ്. ലൈവ് എന്നുള്ളതിൻ്റെ V ആണ്. V കിടക്കുന്നത് 8ലാണ്, നമ്പർ 8ലാണ്. അത് ക്ലിക്ക് ചെയ്യാം. ശേഷം നമ്മൾ E ആണ്, അത് 3ാമത്തെ ലെറ്ററിലാണ് കിടക്കുന്നത്. അടുത്ത് T ആണ്. T നമ്പർ 8ലാണ് കിടക്കുന്നത്. ഞാൻ 8 ക്ലിക്ക് ചെയ്തു. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണാൻ സാധിക്കും ലൈവ് ടിപ്സ് മീഡിയ എന്നുള്ള ആ നമ്പർ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏത് വ്യക്തിയും, ഇപ്പോൾ നിങ്ങളുടെ കോൺടാക്റ്റിലുള്ള ഏത് വ്യക്തിയെ നിങ്ങൾക്ക് ഇത്തരത്തിൽ എടുക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ മറ്റേതെങ്കിലും ഒരു മൊബൈൽ നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് അനസ് എന്നുള്ള ഒരു വ്യക്തിയെ കോൺടാക്റ്റ് ഇതിനകത്തുണ്ട്. ഞാൻ ആ അനസ് എന്നുള്ള വ്യക്തിയെ ഞാൻ കാണിച്ചുതരാം. അനസ് എന്നുള്ളതിൻ്റെ ലെറ്റർ A എന്നുള്ളിടത്താണ്. അത് 2ആണ് നമ്പർ. ഞാൻ 2 ക്ലിക്ക് ചെയ്തു. രണ്ടാമത്തെ അനസ് എന്നുള്ളതിൻ്റെ N ആണ്. N കിടക്കുന്നത് 6ലാണ്. ഞാൻ 6 ക്ലിക്ക് ചെയ്തു. അടുത്തായിട്ട് NA ആണ് വരുന്നത്. അപ്പോൾ A നമ്പർ 2ലാണ്. പിന്നെ വരുന്നത് S ആണ്. S കിടക്കുന്നത് നമ്പർ 7ലാണ്. കിടക്കുമ്പോൾ കാണാൻ സാധിക്കും നിങ്ങൾക്ക് അനസ് എന്നുള്ളത് നമ്പർ കാണാൻ സാധിക്കും. ഇതുപോലെ നിങ്ങൾക്ക് ഏത് വ്യക്തിയുടെ കോൺടാക്റ്റ് നമ്പറും വളരെ ഈസിയായിട്ട് കണ്ടെത്താൻ സാധിക്കും. ജസ്റ്റ് അയാളുടെ പേര് ലെറ്റർ മാത്രം ഒന്ന് ഇങ്ങനെ നോക്കുക. പേര് ലെറ്റർ അനുസരിച്ചുള്ള നമ്പർ ടൈപ്പ് ചെയ്യാം. നേരെ ആ നമ്പർ എനിക്ക് ഇവിടെ കാണാൻ സാധിക്കും. വളരെ യൂസ്ഫുള്ളാണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് നമ്പർ കണ്ടെത്താൻ സാധിക്കും. നിങ്ങൾക്ക് ഏത് വ്യക്തിയെ ഇത്തരത്തിൽ സെർച്ച് ചെയ്ത് കണ്ടെത്താൻ സാധിക്കും. അയാളുടെ പേരിന് സമാനമായ ലെറ്റർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അയാളുടെ കോൺടാക്റ്റ് കണ്ടെത്താൻ സാധിക്കും. കോൺടാക്റ്റ് ലിസ്റ്റ് തിരഞ്ഞുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്ട. വളരെ സിമ്പിളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.